ഒരു പേടി ഉണ്ടായിരുന്നു ചേച്ചി. കാരണം 70s ആണ് നമ്മൾ ജീവിച്ചിട്ടുള്ള കാലഘട്ടം അല്ല. സ്ക്രോളിംഗ് ടൈറ്റിൽ പോയപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വിശാഖെന്നെ കെട്ടിയെന്ന് പിടിച്ചു. രണ്ടെണ്ണം കൂടെ കള്ളക്കളിയുടെ ആശാന്മാരാണ്. അയ്യോ, മൂന്നാറ് ഷൂട്ട് ഇവന്മാരെല്ലാരും കൂടിയിട്ട് ഹലോ എവറിബഡി, ഞാൻ ഇന്ന് റൈറ്റേഴ്സ് കഫേ ചെന്നൈയിൽ അടയാറുള്ള റൈറ്റേഴ്സ് കഫേ എന്ന വെരി ഫേമസ് കഫേ ഇരുന്നുകൊണ്ട് സാക്ഷാൽ റൈറ്റർ, ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, ലിറിസിസ്റ്റ്, സിംഗർ വിനീത് ശ്രീനിവാസിന്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. സത്യമാണ്, വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ്. കാരണം നമ്മൾ ലാസ്റ്റ് കണ്ടത് ഹൃദയം, ജനുവരി സമയം, കറക്റ്റ്. അപ്പോ നമ്മൾ ഇന്ന് ഈ ഒരു കാപ്പി കുടിച്ചൊരു നമുക്ക് സംസാരം തുടങ്ങുകയാണ്. താങ്കളുടെ ലാസ്റ്റ് ഇൻസ്റ്റാ പോസ്റ്റ് ഞാൻ കണ്ടു. അതായത് മിക്സിങ് കഴിഞ്ഞ ഉടനെ എല്ലാവരോടും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിന്നിട്ട് ദിസ് മൂവി ഈസ് വെരി വെരി സ്പെഷ്യൽ, ഐ കാൺ വെയിറ്റ് ടു ബ്രിങ് ഇറ്റ് യു ഗൈസ് ഞാൻ കണ്ടു. സ്പെഷ്യൽ എന്താണെന്ന് തുടങ്ങിയിട്ട് അവിടെ തുടങ്ങാം. അല്ല, അത് അന്ന് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനഞ്ഞാന്ന് രാത്രിയാണ് ഞങ്ങൾ മിക്സ് ഫിനിഷ് ചെയ്യുന്നത്. മിക്സ് ഫിനിഷ് ചെയ്ത ഉടനെ എൻ്റെ തൊട്ടിപ്പുറത്ത് വിശാഖുണ്ട്, അപ്പുറത്തെ സൈഡിൽ അമൃത്തുണ്ട്, വിപിൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മിക്സിംഗ് എഞ്ചിനീയർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് സ്ക്രോളിംഗ് ടൈറ്റിൽ പോയപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വിശാഖെന്നെ കെട്ടിയെന്ന് പിടിച്ചു, വിപിൻ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സ്പിരിറ്റ് ഫീൽ ചെയ്തു. അപ്പൊ ഒരു ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നാ പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഇടാന്നുണ്ട്. അപ്പവും ധ്യാനം ഡാൻസ് ചെയ്യുന്നത് പുറകില്ല, അവരിങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചെയ്തുകൊണ്ട് അത് പുറകിട്ട് കാണാത്ത സ്പിരിറ്റിലെടുത്ത് അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അത്രയും എന്താ പറയാ, നമ്മുടെ പടത്തിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഹൈപ്പ് വരുന്ന രീതിയിൽ ഒരു സാധനം ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഒരു സിനിമ ഒരു പ്രൊജക്ട് കഴിഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഈ സമയം ഉണ്ടല്ലോ, അതായിരിക്കും താങ്കളുടെ ഏറ്റവും വലിയ ടെൻഷനുള്ള സമയം. അല്ല, ടെൻഷനെ ഒഴിവാക്കണം. ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനെ കുറിച്ച് കേട്ടു. അപ്പൊ അവിടെ തുടങ്ങാം. ഈ കഥയുടെ ത്രെഡ് വരുന്ന എവിടുന്നാണ് ആദ്യം? ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2006 ആ ടൈമിലൊക്കെ ആലോചിച്ച് തുടങ്ങിയ ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ ഈ ഐഡിയ ഞാൻ ആ സമയം തൊട്ട് ഇപ്പൊ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പല സമയത്തും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നു ചേച്ചി. കാരണം 70s ആണ് നമ്മൾ ജീവിച്ചിട്ടുള്ള കാലഘട്ടം അല്ല. പക്ഷെ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ആണ് 70s. കാരണം എന്റെ ചെറുപ്പം തൊട്ടേ അച്ഛൻ ഇങ്ങനെ ലെറ്റർ അയച്ച അച്ഛൻ്റെ ഒരു മാഷ് ഉണ്ടായിരുന്നു. മാഷക്ക് കത്തെഴുതി അവസാനം മാഷ അന്നാ നീ വാ ചെന്നൈയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത്. അല്ല, അടയാറില്ല. കുറെ പേര് വിചാരിച്ചിരിക്കുന്ന അടയാറ് സൗത്ത് ഇന്ത്യൻ ചേംബറിന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഇല്ല. അടയാറിലായിരുന്നു മണിമുളി രാജേട്ടനും മറ്റേ സൗണ്ട് എഞ്ചിനീയർ ഹരിചേട്ടനും മല്ലിക ചേച്ചിയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ ഇതിന്റെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഈ ശ്രീനിവാസൻ സാറിന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ കേട്ടറിഞ്ഞു. അച്ഛൻ മറ്റേ സൗത്ത് ഇന്ത്യൻ ചേംബറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പൊ അച്ഛനെ അന്ന് ഓഡിഷൻ ചെയ്തത് രാമകാര്യ സാറ്, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആ ലെവലിലുള്ള ആൾക്കാരാണ് അന്ന് ചേംബറിൽ ഈ ഓഡിഷൻസ് നടക്കുന്നത്. അങ്ങനെ കിട്ടി. അവിടുന്നാണ് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കഥകൾ എന്നിട്ട് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയത്, നാടകം ചെയ്യാൻ തുടങ്ങിയത്, നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ടെലിഗ്രാം വന്നത്, എന്നിട്ട് പിന്നെ മദ്രാസിൽ പുറപ്പെട്ടു പോകുന്നത്. ഇങ്ങനത്തെ കഥകൾ കുറേ നമ്മൾ ജനിച്ച സമയം തൊട്ടെന്ന് പറയുന്ന പോലെ മദ്രാസ് സ്റ്റോറീസ് കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു ബേസിക് ഇൻസ്പിറേഷൻ. പിന്നെ സുഹൃത്തുക്കളുടെ കഥ പറയുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര അതെ. ഇപ്പൊ ഞാൻ ലവ് സ്റ്റോറി പറഞ്ഞാലും അതിലൊരു സുഹൃത്തുണ്ട്. അപ്പൊ രണ്ട് സുഹൃത്തുക്കളുടെ കഥ പിന്നെ മലവാടിയും അത് തന്നെയാണ്. അതെ, ഞാൻ നോക്കുമ്പോ താങ്കളുടെ ഫിലിമോഗ്രഫി നോക്കി എല്ലാത്തിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഇമോഷനാണ്. അങ്ങനെ തട്ടത്തിമറിയത്തിലും നിവിനും അജുവും പിന്നെ മറ്റേ എപ്പിസോഡില് കൂട്ടുകാരെപ്പോഴും നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോ അങ്ങനെ രണ്ട് കൂട്ടുകാര് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന കഥയാണ്. മദിരാശിയിലേക്ക് പുറപ്പെട്ടു വരുന്നൊരു സ്റ്റോറി പറയുന്നത്. ഇതിൽ സാക്ഷാൽ പ്രണവ് മോഹൻലാലിലേക്ക് എത്തുമ്പോ എങ്ങനെയായിരുന്നു? അദ്ദേഹം ഇത് എങ്ങനെ നെറേറ്റ് ചെയ്തു? എത്ര സമയം പിടിച്ചു യെസ് പറയാൻ? ആ സീൻ ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്യോ? ഇല്ല, ഇപ്രാവശ്യം ഞാൻ അപ്പുവിൻ്റെ അടുത്ത് നിന്ന് ഫുൾ സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞ് ഇന്റർവെൽ ആയപ്പോഴേക്കും അപ്പുവിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ചൂണ്ടിങ്ങനെ അടിച്ചു.
ഞാൻ എപ്പോഴാണ് അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്, അപ്പോഴാണ് എനിക്ക് ഇപ്പോൾ അല്ല ഫുള്ള് പറഞ്ഞിട്ടില്ല അപ്പോൾ അല്ല എപ്പോഴായിരിക്കും ഇപ്പൊ ഇന്റർവ്യൂവിലൊക്കെ കേട്ടപ്പോൾ തന്നെ അവനങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മൂഡില്. മൂഡിലായി. പിന്നെ ഐ തിങ്ക് ഹീസ് എന്താ പറയുക, ഒരു തറവാട്ടിലേക്ക് തിരിച്ചു വന്ന ഫീലിംഗ് ആവല്ലേ വിനീതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഫ്രണ്ട്സ്. ഞാൻ അറിഞ്ഞു എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഇനിയാണ് ഞാൻ എൻ്റെ റിസർച്ച് ഓരോന്നെ പുറത്തിടാൻ പോകുന്നത്. അതായത് ഒരു സിനിമ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നെ ഒരു 3-4 ദിവസം മുമ്പ് ഒരു ക്യാമ്പ് ചെയ്യും വീടുകളിൽ, ഏതെങ്കിലും വീടുകളിൽ. അങ്ങനെ ചെയ്തോ ഈ പ്രാവശ്യം? മൂന്നാറില് ഒരു വീട്ടിൽ ക്യാമ്പ് ചെയ്തില്ലേ? ഇല്ല, ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അയ്യോ, മൂന്നാറ് ഷൂട്ട് ഇവന്മാരെല്ലാരും കൂടിയിട്ട് ഇപ്പം ധ്യാനുണ്ട്, അവിടെയാണ് ഞങ്ങൾക്ക് കുറെ ഫുൾ ആർട്ടിസ്റ്റ് വന്നൊരു ഏരിയ അതായിരുന്നു. നിവിൻ ഉണ്ടായിരുന്നു, ധ്യാൻ ഉണ്ടായിരുന്നു, അപ്പു ഉണ്ടായിരുന്നു, അജു ഉണ്ടായിരുന്നു, ബേസൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ. ഒരു നഴ്സറി കുട്ടികളെ എക്സ്കർഷന് കൊണ്ടുപോയ ഫീലിംഗ് ആയിരിക്കും, ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ. അയ്യോ, ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരു പൊസിഷനിൽ നിൽക്കൂല. ഒരു മിഡ് റേഞ്ച് ഷോട്ട് വെച്ചിട്ട് പ്രൊഫൈലില് 5 പേരെ നിർത്തിയിട്ട് ഷോട്ട് എടുക്കുമ്പോൾ ഒരാൾ ഓവർലാപ്പ് ആയാൽ നമുക്ക് ആ ഷോട്ട് എടുക്കാൻ പറ്റില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഇവന്മാരുടെ ഈ കളിയാക്കുന്നതിനിടയിൽ ഒന്ന് ഫോക്കസ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ കൈകാലം പിടിച്ചിട്ടാണ് ഷോട്ട് എടുക്കുന്നത്. താങ്കൾ ഇവര് കുറെ ചളവടിക്കുകയോ അല്ലെങ്കിൽ തമാശ പറയും, പരസ്പരം കളിയാക്കലും ഒക്കെ നടക്കുമ്പോൾ താങ്കളുടെ എക്സ്പ്രഷൻ എങ്ങനെയാന്ന് പറയുന്നത്? മിണ്ടാതിരുന്ന് എപ്പോ തീർക്കും, ചിരിക്കുന്നുണ്ടാവും, പക്ഷെ അല്ല നമുക്ക് ഫുൾ കോമഡിയാണ്. അതിന്റെ ഇടയിൽ പ്രഷറും ഉണ്ട്, സമയം പോകുന്നതിനുണ്ട്, പക്ഷെ എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. രാത്രിയാണ് ഏറ്റവും കോമഡി, അതായത് ഫുൾ പാട്ടായിരിക്കും രാത്രി. അപ്പം ഞങ്ങൾ മൂന്നാറ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത ഒരു ഹൈ റേഞ്ച് ക്ലബിൽ അവിടെ തന്നെ താമസിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ആ സ്ഥലം എഴുതി തന്ന പോലെ അവര് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവര് 9 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകും. പിന്നെ രാത്രി പാട്ട് പാടിയിട്ട് ഉറങ്ങാൻ സമയക്കില്ല എല്ലാരും കൂടെ, അപ്പു അടക്കം. എനിക്ക് ആലോചിക്കാൻ വയ്യാതെ. അപ്പൊ ഈ മറ്റേ വൈകുന്നേരം എന്താ പറയാ, നിങ്ങളുടെ ക്രിക്കറ്റ് കളി, ബാഡ്മിന്റൺ കളിയും ടെന്നീസ് കളിയും ഒക്കെ ഉണ്ടായിരുന്നു? അവരെല്ലാരും ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനും ബേസിയും ഓപ്പോസിറ്റ് ടീമിലാണെങ്കിൽ അടിപിടിയാണ്. അതായത് ധ്യാൻ വിട്ടുകൊടുക്കില്ല. അപ്പൊ ധ്യാനെ ബേസി എടുത്തിട്ട് നീ പോടാ, നിന്റെ ഏത് പടം ഓടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബേസി ഒരു സൈഡിൽ ധ്യാന് ഞാൻ അത്ര പടം ഓടിയില്ലെങ്കിലും ഞാൻ ഇവിടെ നിൽക്കണം, ഞാൻ സ്റ്റാറാണ്, നീയൊക്കെ 2 പടം ഓടിയിട്ടില്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് 2 കൂടെ കള്ളക്കളിയുടെ ആശാന്മാരാണ്. അങ്ങനെ പോകും. അപ്പോ നമ്മൾ ഈ ഓക്കെ നമുക്ക് ഈവനിങ് ലൈറ്റിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഡേ സീനൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ആ ഗ്യാപ്പിലൊക്കെ ഇവന്മാർ ക്രിക്കറ്റ് കളിക്കും. പിന്നെ ഈ ഈവനിങ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ഇവന്മാർ ക്രിക്കറ്റ് നിർത്തിയിട്ട് കൊണ്ടുവരണം. ഒന്ന് വേണാവോ ഒരു ഷോട്ട് എന്തൊരു പുലിവ. അതാ ഈ സിനിമയിലെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ലിറിസിസ്റ്റ്, ആക്ടർ എല്ലാവരും ഉണ്ട്. എല്ലാ ആക്ടേഴ്സാണ് അല്ലേ? ബേസില് ഡയറക്ടറാണ്, അങ്ങനെ അജു പ്രൊഡ്യൂസറാണ്, ധ്യാൻ ഡയറക്ടറാണ്. അപ്പൊ ഈ കംപ്ലീറ്റ് എല്ലാ സിനിമയെ കുറിച്ച് അറിയുന്ന എല്ലാവരും കൂടി ഒരു ഫ്രെയിമിങ് എത്രയും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു യു. അല്ല, വിശാഖും കളിക്കുന്നുണ്ട്. വിശാഖിന് ബോധം വേണ്ടേ? അതെ, എന്താ പടം. അതെ, എന്റെ അസോസിയേറ്റ്. അതെ, അത് കലക്കി. എന്നിരുന്നാലും ഞാൻ കേട്ടൊരു കാര്യം, വിനീതിന്റെ സിനിമയുടെ ഷോർട്ട് ഡിറക്ഷൻസ് അല്ലെങ്കിൽ ഷോർട്ടിന്റെ ഒരു നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് താങ്കളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഇത്രയും ഷോട്ടുകൾ വേണമെന്ന് കൃത്യമായിട്ടുണ്ടാവും. അതിൽ നിന്നും അഡീഷണൽ ആയിട്ട് താങ്കൾ അധികം ഷൂട്ട് ചെയ്യാറില്ല. ഓക്കെ, ഹൃദയം ഷോർട്ട് ഓൺ 76 days, ഇതൊരു 42 days. 40 days കറക്റ്റ്. അപ്പോൾ അതിന് ഇപ്പൊ ചില സമയത്ത് ചില ഷോട്ടുകൾ ചിലപ്പോൾ വേണമോ എന്ന് വെച്ചാൽ ഒരു 3 സെക്കൻഡ് താങ്കൾ പ്രോസസ് ചെയ്യുന്നത്. അതൊന്ന് പറഞ്ഞു. ആരായിരിക്കും ഇത് പറഞ്ഞിട്ട്? എനിക്കറിയില്ല. വിശ്വജിത്ത്, താങ്കളുടെ സിനിമറ്റോഗ്രാഫർ. ആണോ? അയ്യോ, വിഷ്ണുന്റെ ഒരു കോമഡി ഉണ്ടായിരുന്നു. പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിഷ്ണുനോട്, അപ്പൊ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് പോകുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ മൊമെന്റം ഉണ്ടെങ്കിൽ എല്ലാവരും ആ സ്പിരിറ്റിലായിരിക്കും ചേച്ചി. അപ്പൊ ഒരു ഗ്യാപ്പ് ഇല്ലാതെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് പോകും അതില്. പക്ഷെ അതിന്റെ ഇടയിൽ എല്ലാം നടക്കും. അതായത് പ്രോപ്പർ ഫ്രെയിമിങ്ങും അതിനകത്തില്ലാത്ത സാധനങ്ങളും. പിന്നെ നമുക്ക് TV മോണിറ്ററും സാധനങ്ങളൊന്നുമില്ല. ഈ ഒരു ക്ലാൻഷെൽ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു മോണിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള ഒരു ടൈം ഒന്നുണ്ടല്ലോ. നമ്മൾ ചെറിയ സ്പേസിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സാധനം ഇത് കയ്യിൽ വെച്ചാൽ മതി. അപ്പൊ ഭയങ്കര കൺവീനിയന്റ് ആണ്. ഷോർട്ട് ഫിലിം എടുക്കുന്ന പോലെ നമുക്ക് പടം ഷൂട്ട് ചെയ്യാം.
അപ്പൊ ഇങ്ങനെ എടുത്തെടുത്ത് പോവാണ്. അപ്പോൾ ധ്യാന് വിശ്വൻ ഇങ്ങനെ എവിടെയും ഇങ്ങനെ വല്ലാണ്ട് വൈകാണ്ട് ഇങ്ങനെ നിന്നിട്ട് നിൽക്കുമ്പോഴേക്കും വിശ്വ ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണല്ലോ ഒക്കെ പോകുന്നത് അത് ധ്യാൻ ചോദിച്ചാ ധ്യാൻ ചോദിച്ചു. അപ്പൊ വിശ്വ ധ്യാൻ എടുത്തു ഇതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ അപ്പം. ഇത്രയും തമാശ എന്നോട് പറഞ്ഞില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് സെറ്റിൽ വിഷുവിനോട് പറഞ്ഞു കേട്ടോ. വിശ്വ ഭയങ്കര സീരിയസ് ആയിരുന്നു. കാരണം വിശ്വ എനിക്ക് ജോലി ഉണ്ടല്ലോ. കാരണം അത്രയധികം ലൊക്കേഷൻസ് ഉണ്ട്. 5-6 schedule നമുക്ക് ഇത് 40 ഡേയ്സിൽ ഷൂട്ട് ചെയ്താന്ന് ചേച്ചിക്ക് പടം കാണുമ്പോൾ തോന്നുന്നില്ല. കാരണം ഹ്യൂമന്റെ സെറ്റ് പീസസ് പറഞ്ഞു അത്. നമ്മൾ കോടമ്പാക്കം സ്ട്രീറ്റ്സ് ഫുൾ സെറ്റ് ഉണ്ട്. എന്നാ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തില്ല. ചെന്നൈയിൽ ഷൂട്ട് ചെയ്തില്ല. പൊള്ളാച്ചി, മൂന്നാർ, കൊച്ചി, കണ്ണൂർ, പൊള്ളാച്ചി, മൂന്നാർ, കൊച്ചി, കോയമ്പത്തൂർ, കണ്ണൂർ, തലശ്ശേരി, തലശ്ശേരി, മട്ടന്നൂര്, മട്ടന്നൂർ. ഓക്കെ. ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ നമ്മൾ ചിലപ്പോൾ അഡീഷണൽ ഷോട്ട് വേണമെന്നു എൻ്റെ ആവശ്യമില്ല എന്ന് പറയും പറഞ്ഞത്. കാരണം താങ്കളുടെ മനസ്സിൽ കൃത്യം അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ല. എന്നാൽ ഹൃദയത്തിൽ ആവാമെന്ന് പറഞ്ഞൊരു റൂം സീക്വൻസ് ബിറ്റ്വീൻ കല്യാണി ആൻഡ് അപ്പു. അതെ അതെ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് സോ അതാണ് വെൻ യു ഹാവ് ടു ദിസ് അപ്രോച്ച് ഉണ്ടല്ലോ. ഈ മനസ്സിൽ ഈ സിനിമ കഥ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ താങ്കളുടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? കഥ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കെല്ലാം ഇപ്പൊ ഇതിന്റെ ചാർട്ട് ചെയ്തത് അഭയ് വാര്യർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. ആ പ്രീനങ്ങളുടെ കൂടെ അസോസിയേറ്റ് ആയിരുന്ന അഭയാണ്. അപ്പൊ അഭയിനെ കിട്ടിയത് എനിക്കൊരു ഭയങ്കര ഒരു ലക്കായിരുന്നു. കാരണം അവൻ പ്രീനങ്ങള് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്പീഡിലാണ് അവൻ മൈൻഡിൽ പടം കണ്ടത്. അപ്പൊ അവൻ ആ രീതിയിലാണ് ചാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചാർട്ട് ടൈറ്റ് ആണ്, ആസറ്റീസ് ചാർട്ട് ടൈറ്റ് ആണ്. അവൻ പ്രീനങ്ങളുടെ ഫേസിലാണ്. താങ്കളുടെ പേസ് ആയി ഡബിൾ സ്പീഡായി. അല്ല അങ്ങനെയല്ല, പ്രീനങ്ങള് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അപ്പം അവന് ആ സ്പീഡ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അവന്റെ കൂടെ വന്ന ഒരു 2-3 ADs ഉണ്ട്. അവര് ജോഷ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തത്. അപ്പൊ അവർക്ക് ഓൾറെഡി ആ സ്പീഡ് ഉണ്ട്. അപ്പൊ ബേസിക്കലി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അതിനകത്തുള്ളത്. പിന്നെ ആർക്കും അങ്ങനെ എല്ലാവർക്കും ഒരു എനർജി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പിന്നെ ഈ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചാർട്ട് ചെയ്ത ദിവസത്തിന്റെ അടുത്ത ദിവസം തൊട്ട് അത് പൊളിച്ചു തുടങ്ങും. കാരണം മഴ കാരണം നമുക്ക് 2 ആഴ്ച നീണ്ടു. അപ്പൊ അവരോട് പറഞ്ഞൊരു സമയമുണ്ടല്ലോ, ഈ സമയം കൊണ്ട് ഒരു ഫാക്ടറിക്കകത്താണ് ഈ മൊത്തം സെറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ വിശാഖ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഡേറ്റിന്റെ ഉള്ളിൽ തീർത്തു കൊടുത്തേ പറ്റും. അപ്പൊ ലൈറ്റ് ഓക്കെ, മോർണിംഗ് ലൈറ്റില് നമുക്ക് ഈ സീൻ ഈ ഷോട്ട് മോർണിംഗ് ലൈറ്റിൽ ഈ ടൈമിൽ എടുക്കണം. 6:45 ഇതെടുക്കണം, 7:20 ആകുമ്പോൾ ഇതെടുക്കണം. അങ്ങനെ നമുക്കൊരു ലൈറ്റ് വെച്ചിട്ട് ഒരു ചാർട്ടിന്റെ ഒരു പ്ലാൻ ഉണ്ട്. അതനുസരിച്ച് പോയില്ലെങ്കിൽ ആ ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി കോംപ്രമൈസ് ആവും. അപ്പൊ സിനിമാറ്റോഗ്രാഫി കോംപ്രമൈസ് ആവാൻ പാടില്ല. നമ്മള് വിചാരിച്ച ഒരു ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം. ഇത് വിചാരിച്ച സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് താങ്കൾ പെട്ടെന്ന് ഫോൺ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും വലിയ റെഫറൻസ് ആയിരിക്കും. പക്ഷെ താങ്കൾ നോക്കുന്നത് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്നുള്ള ഗൂഗിൾ. അത് ചേച്ചി ഒരു സ്കെഡ്യൂളൊക്കെ തീരുന്ന സമയത്ത് ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഞാൻ ഈ ADസിനെ എല്ലാവരും വിളിച്ചു പോകും. ഓരോ സ്കെഡ്യൂൾ കഴിയുമ്പോഴും, കാരണം ഇവര് കൂടി താഴ്ന്ന് ടയർഡായിട്ടുണ്ടാവും. അപ്പോ ഇപ്പൊ കൊച്ചി സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മൾ പൊള്ളാച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം രാത്രി ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ആ ട്രീറ്റ് ചെയ്യേണ്ട സ്ഥലം നോക്കും ഞാൻ. അത് ലാസ്റ്റ് ഡേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും താങ്കളുടെ പഴയ ഹൃദയത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവരും ഒരുമിച്ച് എത്തിക്കാനായിട്ട് താങ്കൾക്കൊരു കഴിവുണ്ടല്ലോ. അതായത് ഈ ഓൾ ജൂനിയർ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ മ്യൂസീഷ്യൻസും ഇരിക്കുന്ന സമയത്തും. അപ്പോൾ മധു പകരു എന്ന സിനിമ സമയത്ത് വിശ്വജിത്തിനെ ആരോ അത് വിളിച്ച് അതെങ്ങനെയാണെന്ന് പറയും? വിഷ്വനെ അത് ഇതിന്റെ പുറകിലുള്ള എഫേർട്ട് ഭയങ്കരമാണ്. ഇപ്പം നമ്മുടെ ആർട്ട് ചെയ്യുന്ന നിമേഷേട്ടൻ ഒരു സമയത്ത് 3 സ്ഥലത്ത് നിമേഷേട്ടന്റെ വർക്കേഴ്സിന്റെ സെറ്റ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ നാളെ ഷൂട്ട് ചെയ്യുന്നതിന്റെ അവസാന മിനുക്ക് പണികൾ ഇന്ന് നടക്കുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യേണ്ട ഒരു ഇന്റീരിയറിന്റെ വർക്ക് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 സ്ഥലത്ത് ഒരേ സമയത്ത് സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് പീരിയഡ് ആയതുകൊണ്ട് അങ്ങനെ ഔട്ട്ഡോർ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ എല്ലാ സ്ഥലത്തും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. മൊബൈൽ ടവർ വരെ കാണും. അപ്പൊ എനിക്ക് ഈ എന്താ പറയാ CGI ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് അത് പിന്നെ റീപ്ലേസ് ആയില്ലെങ്കിൽ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റ്. അപ്പൊ അങ്ങനത്തെ ക്ലീൻ അപ്സ് ഒഴിച്ച് ബാക്കിയുള്ള പരിപാടി
VFX ചെയ്യാൻ എനിക്ക് എപ്പോഴും പേടിയാണ്. അതുകൊണ്ട് റിയൽ ആയിട്ട് തന്നെ ഷൂട്ട് നമുക്ക് എടുത്തെടുത്ത് പോവാം. അതാകുമ്പോൾ സേഫ് ആണ്. സേഫ് ആണെന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പം നിമേഷേട്ടൻ അന്ന് മധുബായിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ അന്ന് വെളുപ്പിന് 2:30 മണിക്കാണ് ആ. നിമേഷേട്ടന്റെ വർക്ക് തീരുന്നത്. തീരുന്നത് അപ്പോൾ വിഷൻ 5 മണിയാകുമ്പോൾ ലൈറ്റ് അപ്പ് ചെയ്യാൻ വന്നു. ലൊക്കേഷനിൽ ലൈറ്റ് അപ്പ് ചെയ്യാൻ ചെന്നിട്ട് 10:30 ആയപ്പോഴേക്കും വിഷൻ ലൈറ്റ് അപ്പ് ചെയ്ത് തീർന്നു. അപ്പോൾ വിഷൻ 10:30 വരെ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് സമയം ചോദിച്ചു. അപ്പൊ അവര് 7 to 10:30 ഈ വന്ന കംപ്ലീറ്റ് ആർട്ടിസ്റ്റിനും ഫസ്റ്റ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അവർ റിഹേഴ്സ് ചെയ്യിച്ചു. ഒരു 3 മണിക്കൂർ റിഹേഴ്സൽ ഇവര് പാട്ട് പഠിച്ചു. 3 മണിക്കൂർ ഇവര് പാട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ അപ്പൂനെ കൊണ്ടുപോയി. അപ്പൂനെ കൊണ്ടുവന്ന് ഇവരുടെ കൂടെ നിർത്തി അപ്പൂനും ഇവരുടെ കൂടെ ആ പാട്ട് പാടി കറക്റ്റ് ഒരു സിംഗിൾ യൂണിറ്റ് ഇവരെല്ലാരും കൂടിയിട്ട്. പിന്നെ എല്ലാരും വന്ന് സെറ്റിൽ ഇരുന്നപ്പോഴേക്കും ശരൺ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, അവനോട് ഞങ്ങള് പടകാളി ഹാർമോണിയത്തിൽ വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെല്ലാരും കൂടി അതിന് ക്ലാപ്പ് ചെയ്ത് ആ സ്പേസിൽ ഇവർക്കൊരു ഓളം കിട്ടി. അതിനുശേഷം നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പൂനെ താങ്കൾ ഇപ്പൊ 2-3 പ്രാവശ്യം ക്യാമറ കൂടെ കാണുന്നു, ഐ മീൻ സിനിമകളിലായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വരുന്ന ഈ സിനിമയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു? പിന്നെ ഓഫ് കോഴ്സ് മൂപ്പര് വളരെ അറ്റ് പീസ് ആയിരിക്കും അല്ലേ? അപ്പോൾ വളരെ പീസിലാണ് താങ്കൾ സെറ്റ് വരാമെന്നത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഇസ് ദിസ്? എങ്ങനെയാണ് ഇപ്രാവശ്യം? ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം പണ്ടത്തേക്കാളും കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്റർവ്യൂല് മാത്രം കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ ചോദിച്ചാൽ വേണ്ട. അല്ല ഇപ്പൊ ഇങ്ങനെ പറയും, ഇത് ഇങ്ങനെ ചെയ്താലോ, പിന്നെ എന്തെങ്കിലും ഇതെനിക്ക് ചെറിയൊരു ടെൻഷൻ, എനിക്ക് ഇച്ചിരി സമയം തരണം പണ്ട് അതൊന്നും പണ്ട് പറയില്ല. ഇപ്പൊ ആ ട്രസ്റ്റ് വന്നു. അത് ബാക്കി ഒരു സീനില് ഇപ്പൊ മധുബായിലുള്ള തന്നെ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, അപ്പൊ മീശ ഒരിക്കാൻ പറ്റും, ഇത് വേണ്ട. ഇപ്പൊ ലാലിന്റെ ഇമിറ്റേഷൻ വരുന്ന സാധനങ്ങൾ ചെയ്യാൻ അവന് താല്പര്യമില്ല. പക്ഷെ നമുക്ക് അത് അവൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ ഈ പറയുന്ന പദങ്ങളൊന്നും അവൻ കണ്ടിട്ടേ ഇല്ല. അതാണ് അതിന്റെ തമാശ. ഇപ്പൊ ഞാൻ അപ്പൂന്റെ നമ്മളില്ലേ മോഹൻ ചേട്ടന് ടീച്ചർ കാണിച്ചു കൊടുത്തു. ടീച്ചർ കാണിച്ചു കൊടുത്തപ്പോ എടാ ഇവൻ നമ്മുടെ ഇടയിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. ഒരിക്കലും ലാലങ്ങളുടെ തോട്ടേ പോയിട്ടില്ല. അത് വിശ്വജിത്ത് പറയുന്നു, ക്യാമറ കൂടെ നോക്കുമ്പോ സത്യം പറഞ്ഞ ജോ പിന്നെ കണ്ണൊക്കെ ദാസകമായി തോന്നാറുണ്ട്. അത് ഫീച്ചേഴ്സ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള റെഫറൻസ് അതിനില്ല. ആ പഠനമൊന്നും കണ്ടിട്ടുമില്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ആ പാട്ടിന്റെ ഇടയിൽ ഗ്രൂപ്പ് പാടുന്ന സമയത്തൊന്ന് മീശ വെപ്പിച്ചാൽ കൊള്ളായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു വീവായിട്ട് പിന്നെ ഇങ്ങനെ നിർബന്ധിക്കും. ഞാൻ നേരെ ആർട്ട് അസിസ്റ്റന്റ് ഉണ്ട് പ്രശാന്ത് അമര വിള മീശ വെപ്പിക്കുമ്പോ അച്ഛനെ ഇവൻ നേരെ ചെന്നിട്ട് ഇവൻ എന്താ പറഞ്ഞതെന്നറിയില്ല. 2 മിനിറ്റ് ഇവൻ എന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ പക്ഷെ ഇതൊക്കെ ചെറിയ ചെറിയ നുവാൻസസ് ആണെങ്കിലും ഒരുപാട് നേച്ചർ താങ്കളെ സഹായിച്ചു സിനിമയിൽ നിന്നു. ഓവർകാസ്റ്റ് വേണമെങ്കിൽ ഓവർകാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഒരു മഴ പെയ്ത സമയത്ത് ചളിയൊക്കെ ആയിരുന്നു, പക്ഷെ അത് ഭയങ്കര വൃത്തിയായിട്ട് വന്നു ആ സീൻ. അതൊക്കെ എങ്ങനെയായിരുന്നു? ഈ പടത്തില് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഞങ്ങള് ഇരുട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ തകൃതിയായിട്ട് പെയ്യുന്ന ഒരു സമയം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്ന് ഈ സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് ആ പുഴക്കര കിട്ടിയിരുന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ സീക്വൻസ് കുറച്ച് വെള്ളം ചേർക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ സീക്വൻസ് ആ സമയത്ത് കുറച്ച് ഡ്രൈ ലാൻഡ് കിട്ടിയാൽ നമുക്ക് നല്ല പാസിങ്സ് ഒക്കെ വിട്ട് വൃത്തിക്കെടുക്കാൻ പറ്റും. കറക്റ്റ് അന്നത്തെ ദിവസം നമ്മൾ പോയപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ദിവസം ഞാൻ പോകുമ്പോൾ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുട്ടിയുടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മള് പുഴ മുറിച്ച് കടന്നിട്ടാണ് ചൂട്ടൊക്കെ പിടിച്ചിട്ട് ആൾക്കാര് ഇങ്ങനെ പുഴയൊക്കെ മുറിച്ച് വന്നത്. അപ്പൊ ഞാൻ അടുത്ത ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി മഴ പെയ്തിട്ട് അത് ഫില്ലായിരുന്നെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ ഇവർ പോകുന്ന എടുക്കായിരുന്നു. അന്ന് കറക്റ്റ് പോയപ്പോൾ അതുപോലെയായിരുന്നു കിടക്കുന്നത്. അതുപോലെ ധ്യാന്റെ കാറിനകത്തുള്ള ചില ഷോട്ട്സ് അതിന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഇന്ന് ഓവർകാസ്റ്റ് ആയിരുന്നെങ്കിൽ ഇച്ചിരി ചെറിയ മഴ ഉണ്ടെങ്കിൽ ആ വിൻഡോയിലൊക്കെ ഇങ്ങനെ ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കിടക്കും. അപ്പൊ അതിൽ അവൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് നല്ലൊരു ഫീൽ തോന്നുന്നു. അപ്പൊ അന്ന് മഴ കറക്റ്റ്. എന്നിട്ട് ആ മഴയത്ത് ധ്യാന ഷോട്ട്സ് ഒക്കെ എടുത്ത് തീരാറായപ്പോഴേക്കും വെയിലും കൂടെ ഉണ്ടായിരുന്നു, ഔട്ട്ഡോറും കൂടെ എടുക്കായിരുന്നു. കറക്റ്റ് അത് ചെയ്ത് തീരുമ്പോൾ അവൻ മഴ നിന്നു. നമ്മള് കാറിന്റെ വിൻഡോ ഒക്കെ തുടച്ച് വെയിൽ ഷിഫ്റ്റ്. അത് ഭയങ്കരമായിട്ട് ഈ പടത്തില് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാർ നമ്മൾ ആദ്യം പോയപ്പോ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഔട്ട്ഡോർ വെക്കുന്ന സമയത്ത് എനിക്ക് 2 ദിവസം നല്ല ലഷായിട്ട് ഗ്രീൻ ആയിട്ട് കിടക്കുന്ന 2 ദിവസം ഉണ്ടായിരുന്നു. ഇന്ന്
ഇന്ന് നല്ല ക്ലൗഡി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അന്ന് ക്ലൗഡി ആയിട്ട് തന്നെയായിരുന്നു. അതുപോലെ നിവിനെ ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പൊ നിവിന് നല്ല ബാക്ക് ലൈറ്റും പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഷോട്ടൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സണ്ണി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. അന്ന് സണ്ണി വെരി ഗുഡ്. ഇത് ത്രൂ ഔട്ട് പടത്തില് താങ്കളെ സഹായിച്ചിട്ടുണ്ട്. കിട്ടി. അതാണ്. ഈ 2 സിനിമയിലും ചേഞ്ച് ചെയ്യുന്നത് ആസ് എ ഡയറക്ടർ ഒരു ജേർണി എന്തായിരുന്നു? കൂടുതൽ പഠിച്ചത് എന്തായിരുന്നു? ഓഫ് കോഴ്സ് ഹാൻഡിലിങ് 10 പീപ്പിൾ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരേ ഫ്രെയിമിൽ, അതൊരു വലിയ നോബൽ പ്രൈസ് തരണം. പക്ഷേ മറ്റേ ശരിക്കും പറഞ്ഞ ലേണിംഗ് ആസ് എ ഡയറക്ടർ എന്തായിരുന്നു? ലേണിംഗ് ഒന്ന്